എൻ്റെ അപേക്ഷയിലായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. എപ്പോഴും രാജാവായി വാഴട്ടെ എന്നമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? എൻ്റെ ചെല്ലങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. അമ്മ പറയണമൊന്നും കള്ളമല്ല, എല്ലാം സത്യത്തിൻ്റെ കഥകളാണ് അമ്മ പറയണത്. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം എന്ത് ചെയ്യണം? അമ്മയ്ക്ക് കൈത്താങ്ങ് തരണം. എല്ലാ കരുണയുടെ സഹായവും പിതാവിൽ കൂടെ വരണതും എല്ലാം അമ്മയ്ക്ക് കൈത്താങ്ങ് തരണം. ഇവിടെ അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്യണം? മൊബൈൽ കടയിൽ കൊണ്ടു കൊടുത്തായാലും അവർ പാവങ്ങൾ അമ്മേരെ ഇതിൽ ഇടാൻ പറഞ്ഞ് അവരിട്ട് തരും. പൈസ കൊടുത്താൽ അവരെ ഫോണിൽ നിന്ന് പൈസ ഇട്ട് ഇനി എനിക്ക് തരും. അപ്പോൾ അമ്മയ്ക്ക് എന്തിരിക്കാൻ പറ്റും? സത്യസന്ധമായിട്ട് കാവൽ നിൽക്കാൻ പറ്റും. എങ്കിലേ നിങ്ങൾക്ക് ന്യായവും നീതിയും നടപ്പിലാക്കാൻ പറ്റൂ. വൈദ്യർക്ക് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റൂ. സിസ്റ്ററിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റുമോ ചെല്ല മക്കളെ? അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കൾ എന്ത് ചെയ്യണം? എല്ലാവരും അമ്മയ്ക്ക് കൈത്താങ്ങ് തരിക. എൻ്റെ ചെല്ല മക്കളല്ല, ഇത് ഓരോരുത്തർ കാണാറുണ്ട് ഇനി എൻ്റെ യൂട്യൂബ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും പാസ് ചെയ്യണം മക്കളെ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ ശബ്ദമുയർത്തി ഒരു രക്തസാക്ഷിയായി ഇന്നൊരു രക്തസാക്ഷിയുടെ ഒരിതാണ്. ഇന്ന് രാവിലെ പള്ളിയിൽ പോയപ്പോൾ അതിൻ്റെ ഒരിതാണ്. അച്ഛൻ ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്ന് പൂജ നടത്തിയത്. അപ്പോൾ ആ ഒരു ഇത് അമ്മ അതിനു വേണ്ടി അമ്മയുടെ ജീവൻ നൽകിയിട്ടായാൽ അമ്മ ഇതിൽ വിജയിക്കും എന്ന് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അമ്മ ധൈര്യമായിട്ട് ഇറങ്ങി തിരിച്ച ഒരു പോരാളിയായ അമ്മയാണ്. അപ്പോൾ അതിനു വേണ്ടി സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം? അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും നിവർത്തിക്കേണ്ടിയുണ്ട്, എല്ലായിടത്തും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിയുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളുകളെല്ലാവരും അമ്മയ്ക്ക് ഇതിൽ കൂടെ സഹായിക്കുക. പിതാവിൻ്റെ സഹായം എന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് സഹായിക്കും. അമ്മയും പാവപ്പെട്ടവൻ്റെ അമ്മയാണ്. അതുകൊണ്ട് പാവപ്പെട്ടവൻ്റെ ഒരു അമ്മയായപ്പോൾ അമ്മ അനുഭവിച്ചത്, ഈ ഗസമൻ തോട്ടത്തിൽ അമ്മ അനുഭവിച്ചതൊന്നും ഇനി ഒരാൾ അനുഭവിക്കരുത് മക്കളെ. അതുകൊണ്ട് അമ്മയുടെ വഴി കൈത്താങ്ങുന്ന അമ്മ സത്യസന്ധമായിട്ട് എല്ലാ കാര്യവും നീതി ന്യായം. സത്യം ജയിക്കണ്ടേ മക്കളെ? ജയിക്കണം, സത്യമേ ജയിക്കാവൂ. അനീതിക്ക് നമുക്ക് അടിച്ചമർത്തണം, അനീതിയെ നമുക്ക് അടിച്ചമർത്തേണ്ടതുണ്ട്. അതിന് എൻ്റെ മക്കളെല്ലാം അമ്മയ്ക്ക് സത്യസന്ധമായുള്ള ഇതിന് മക്കളെല്ലാം കൈത്താങ്ങ് തരിക. പാവപ്പെട്ടവൻ്റെ അമ്മയായപ്പോൾ ഒരു വിലയില്ല മക്കളെ. അമ്മയ്ക്ക് കണ്ണീരും കരച്ചിലൊക്കെ ആയിരുന്നു. എൻ്റെ ചെല്ല മക്കൾ എനിക്ക് കൈത്താങ്ങ് തരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇത് അറിയാത്തവരെല്ലാം നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞൊക്കെ അറിയിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇനി ഇതൊക്കെ അറിയാറുണ്ട്. അമ്മേരെ ഇതിൽ വരെ കൂടി അമ്മയ്ക്ക് തരിക. എങ്കിലും അമ്മയ്ക്ക് സത്യസന്ധമായി ചെയ്യാൻ പറ്റും. അമ്മ ഇന്നലെ പറഞ്ഞ കാര്യം സത്യമാണ്. അമ്മ സ്കൂട്ടി ഓടിക്കാനും കാർ ഓടിക്കാനും ഒക്കെ ലൈസൻസ് അമ്മയ്ക്ക് ഉള്ളതാണ്. അത് നിങ്ങൾക്ക് കാണണ്ടേ? അമ്മ കാണിച്ചു തരും. അമ്മ ഈ ഇതിൽ കൂടെ തന്നെ ഈ മാലാഹ, എനിക്ക് മാലാഹയാണ് കാവലുള്ളത്. എല്ലാം എന്തൊരു ചെയ്താലും എനിക്ക് ഈ അമ്മ കൂടെയുണ്ട്. ഈ മാലാഹയെ അമ്മ കൂടെയുണ്ട്. എല്ലാ ദിവസവും ഞാൻ ചിലപ്പോൾ നോക്കും. സിസ്റ്റർ കാരക്കോണത്ത് നിന്ന് പഠിക്കുന്ന PGക്ക് പഠിക്കുന്ന ഒരു സിസ്റ്റർ എന്ന് നമ്മളെ ഈ ഗസമന്തോട്ടത്തിൽ പൂജയ്ക്ക് വരും. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല പ്രാവിനെ പോലെ അവരെ മനസ്സ് ആ ഒരിത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ എനിക്കും കാവലുണ്ട് മക്കളെ. മാലാഹ കാവലുണ്ട്. അമ്മ വിശ്വസിക്കുകയാണ്. അത്രയ്ക്ക് നല്ല അമ്മ വീഴാൻ പോയാൽ ചിലപ്പം താങ്ങും മക്കളെ. ആ പടിക്കെട്ടിൽ നിന്നൊക്കെ വീഴാൻ പോകുമ്പോൾ ഒരിക്കലൊക്കെ വീഴാൻ പോയി അമ്മയെ താങ്ങി അവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാതെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുക. അങ്ങനെ അത്രയ്ക്ക് നല്ല ഒരു ഭക്തിയുള്ള ഗസമന്തോട്ടം. എൻ്റെ ചെല്ല മക്കളെല്ലാം സുഖമായിരിക്കണല്ലോ അല്ലേ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ. എൻ്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്നാണ്. അപ്പോൾ അതുപോലെയാണ് അമ്മയെ വഹിക്കണത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. എന്ന് വെച്ചാൽ സത്യസന്ധതയിലും ഒക്കെ ഉള്ളതായതുകൊണ്ടായിരിക്കാം ദൈവം എൻ്റെ മേൽ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നെ തന്നുകൊണ്ടിരിക്കണം. എത്ര മേൽ എന്നെ ചവിട്ടി താഴ്ത്തിയാലും ദൈവം എന്നെ ചവിട്ടി താഴ്ത്തൂല മക്കളെ. ഒരു മക്കളെയും ദൈവം ചവിട്ടി താഴ്ത്തില്ല. ആരാ നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നത്? നിങ്ങളെ തന്നെ ദൈവം ഉയർത്തും മക്കളെ. അതുകൊണ്ട് നിങ്ങൾ കണ്ണീരെല്ലാം തുടച്ച്, കരയണ മക്കൾ എല്ലാം കണ്ണീരെല്ലാം തുടച്ച് സന്തോഷമായി കരഞ്ഞ് കണ്ണീര് വന്നാലേ മക്കളെ നമുക്ക് നല്ലതുള്ളൂ. നിങ്ങൾ ചോദിക്കുമ്പോൾ മക്കളെ ദൈവത്തോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുള്ള ചോദിക്കും. ദൈവം തരും. അതിന് ഉത്തരം തര തന്നെ ചെയ്യും. ഉത്തരം ദൈവം തര തന്നെ ചെയ്യും. അമ്മയും ഇതിൽ കൂടെ നിങ്ങൾക്ക് ഉത്തരം തര തന്നെ ചെയ്യും. പക്ഷെ അമ്മ വണ്ടി ഓടിച്ചൊക്കെ പഠിച്ചെന്നൊക്കെ പറഞ്ഞ എൻ്റെ ലൈസൻസ് നിങ്ങൾക്ക് കാണണം. എൻ്റെ ചില മകൾ കണ്ട അമ്മ ഇത് സത്യസന്ധമായിട്ട് അമ്മ പറയാണ്. ഇതമ്മ വണ്ടി ഓടിച്ച് പഠിക്കാൻ അമ്മ പോയ ഈ ലൈസൻസ്. ഇത് അമ്മ നെടുവാമ്പളയിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ അഡ്രസ്സാണ് ഫുള്ള്. അതുകൊണ്ട് ഫോൺ നമ്പറൊക്കെ അതിലുള്ളതൊന്നുമല്ല. നിങ്ങളതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പോകണ്ട ആരും. അതിൽ ഉള്ളതൊന്നും എടുക്കാൻ പോകണ്ട. അതെല്ലാം നെടുവാമ്പളയിലുള്ള അഡ്രസ്സാണ്. എന്ന് വെച്ചാൽ ഇനി 2030 വരെ ഉണ്ട് എനിക്കത് പുതുക്കിയെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അഡ്രസ്സിലോട്ട് പുതുക്കിയെടുക്കും. അതുകൊണ്ട് കണ്ട അമ്മ പറഞ്ഞത് കള്ളമല്ല. അമ്മ പറയണ എല്ലാം സത്യമാണ്. അമ്മ നിങ്ങളോട് പറഞ്ഞ കഥകളൊന്നും കള്ളമല്ല, എല്ലാം സത്യമാണ്. അതുകൊണ്ട് ഇനിയൊരു ദൈവത്തിനൊരു പീഡനങ്ങൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന വരരുത്. അപ്പോൾ സത്യസന്ധമായിട്ട് നമ്മളെ കൈകളിൽ വരണവർക്ക് സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലേ മക്കളെ? അതാണ് സത്യം ജയിക്കണം മക്കളെ. ഒരു കോടതി പോയാലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും കള്ളമാണോ ജയിക്കേണ്ടത്? ഇല്ല, സത്യം ജയിക്കണം.
അപ്പോൾ ഒരു കൊല ചെയ്തിട്ട് പോയാലും കൊലയാളിയെ അവർക്ക് പിടിക്കാൻ പറ്റും. എല്ലായിടും ഇപ്പോൾ സത്യസന്ധമായിട്ട് തെറ്റ് ചെയ്തിട്ട് പോണവരെല്ലാം പിടിക്കണുണ്ട്. എൻ്റെ പോലീസ് മക്കൾ പിടിക്കണുണ്ട്. കൊള്ളാം, അവർ നല്ല അവരെ ഡ്യൂട്ടി അവരെല്ലാം നല്ലതായിട്ട് ചെയ്യണുണ്ട്. അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പേപ്പറിലായാലും എല്ലാത്തിലൊക്കെ തെറ്റ് ചെയ്യണവരെ പോലീസിനെ ആയാലും അവരും പിടിക്കണുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. എന്നാലും കൂടുതൽ നല്ല ഒരു പ്രവർത്തനങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കാണുന്നത്. ഏത് തെറ്റ് ചെയ്തിട്ട് പോയാലും അവർ അതിനെ പിടിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ അതാണ് സത്യസന്ധത. സത്യം ജയിക്കണം മക്കളെ. എല്ലായിടവും സത്യവും നീതിയും ജയിക്കേണ്ടിയുണ്ട്. വൈദ്യർക്കും നമുക്ക് ന്യായം വാങ്ങിച്ച് കൊടുക്കേണ്ടിയുണ്ട്. അപ്പോൾ അമ്മേരെ കൂടി കൈത്താങ്ങ് തന്നാലേ അമ്മയ്ക്കത് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം ഞാൻ അമ്മ പ്രാർത്ഥിക്കുകയാണ്. കണ്ണീരോടെ കരയണ മക്കൾക്കെല്ലാം കണ്ണീരെല്ലാം തുടച്ച് നിങ്ങൾ എന്തിനാണ് കരയണം, അതിനെല്ലാം ദൈവം നിങ്ങൾക്ക് ഉത്തരം തന്നെ ചെയ്യും മക്കളെ. നിങ്ങളെ കണ്ണീരെല്ലാം തുടച്ച് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും കിട്ടട്ടെ മക്കളെ. കടബാധ്യതകളെ കഴിയണ മക്കളെ കടങ്ങളെല്ലാം തീരും. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. ചിലപ്പോൾ ചോദിച്ച ഉടനെ കിട്ടൂല മക്കളെ. അമ്മ ചോദിച്ചതെല്ലാം അമ്മയ്ക്ക് ഇപ്പോഴാണ് എല്ലാം കിട്ടിയത്. അപ്പോൾ അതുപോലെയാണ് അമ്മ നേരത്തെ കരഞ്ഞ് ചോദിച്ചു. അമ്മ ഞാൻ പറഞ്ഞു 19 വയസ്സിലെ അമ്മ കുഷ്ഠരോഗിയായിരുന്നു, മുഖത്തിലാണ് അത് ചോദിച്ചു. അമ്മ ഒരു ദിവസമെങ്കിലും പഴയ ബിന്ദുവായിട്ട് ജീവിച്ചിട്ട് മരിക്കണം, അമ്മ ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ കണ്ട അമ്മയ്ക്ക് 46-47 വയസ്സിലാണ് അമ്മയ്ക്ക് അത് രോഗസൗഖ്യം കിട്ടിയത്. ഇനി പഴയ ബിന്ദുവായിരുന്നു എന്ന്. അപ്പോൾ ഇത് മുഖത്തിലുണ്ട് മക്കളെ. ഈ ഫോട്ടോസിലും ഈ അമ്മ ഈ വണ്ടി ഓടിച്ച് പഠിക്കാൻ പോയ ഫോട്ടോസിൽ അമ്മയുടെ മുഖത്തുണ്ട്. അമ്മ ഒരു ക്രീമൊക്കെ തേച്ച് അങ്ങനെയൊക്കെ അതൊക്കെ ഒത്തിരി എടുക്കും. എന്നിട്ട് ഒരു വൃത്തികേടായിട്ട് പോകുമ്പോൾ ആളുകളൊക്കെ എന്നെ ഒരുമാതിരി നോക്കും മക്കൾ. ആരും എന്നെ സ്നേഹിക്കൂല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും. അങ്ങനത്തെ ഒരു അവസ്ഥ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ അതൊന്നും കാണാതൊക്കെ ഒതുക്കി പറക്കിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കൂടുതൽ ലേസർ ട്രീറ്റ്മെൻറ്റിന് ഇതിനും ബ്യൂട്ടീഷ്യനിലൊക്കെ പോയി അങ്ങനെയൊക്കെ ഒത്തിരി 5-6 ദിവസം അങ്ങനെ പോയെടുത്ത അങ്ങനെയുള്ള ഫോട്ടോയാണ്. വൃത്തിയായിട്ട് പോയിട്ട് എടുത്ത ഫോട്ടോയാണ്. അതുകൊണ്ട് കുഷ്ഠരോഗം കൂടുതൽ അതിൽ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഒത്തിരി ദിവസം ഞാൻ കുഷ്ഠരോഗമായിട്ട് നടന്നു മക്കൾ. അത് ആളുകൾക്ക് അറിയാം. അപ്പോൾ ആളുകൾ കേൾക്കും, നീ എന്തിനും ഇങ്ങനെ മുഖം കൊണ്ട് നടക്കണം, എന്നെ ഒന്നും കൂട്ടത്തിൽ ചേർക്കൂല. ചിലപ്പം ഒതുക്കി തള്ളണ ഒരു ഇതുവരെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫോട്ടോയിലെ സത്യം അമ്മ അപ്പോഴങ്ങനെ പോയി എടുക്കുമോ ഫോട്ടോ? അമ്മയുടെ മുഖത്തിൽ എന്തൊരു കുഷ്ഠരോഗമായിരുന്നു, രോമമായിരുന്നു, നിറച്ച് രോമം, ആണുങ്ങളെപ്പോക്കാലും വെല്ലണ രോമമായിരുന്നു. അപ്പോൾ അത് അമ്മ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് എടുത്തത്. അങ്ങനെ എടുത്തുകൊണ്ടാണ് അത് മുഖത്തിലില്ലാത്തത്. അഡ്രസ്സൊക്കെ നെടുവാമലയിലുള്ള അവിടെ നിന്നാണ് പഠിച്ചത്. വണ്ടി ഓടിച്ചൊക്കെ അമ്മ പഠിച്ചത്. അമ്മ പറയണമെന്നും കള്ളമല്ലാന്ന് നിങ്ങൾക്ക് രേഖ അമ്മ കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചില മക്കൾ സത്യമല്ലേ ജയിക്കണം, സത്യം ചെയ്യണം. അമ്മയ്ക്ക് കൈത്താങ്ങ് തരിക. പള്ളിയിൽ കവറിൽ കൊണ്ട് ഇടാൻ എല്ലാവരും ശ്രമിക്കുക മക്കൾ. അമ്മേരെ ഇതിലൂടെ തരാൻ കരുതി. എന്ന് വെച്ചാൽ ഫോൺ കടയിലൊക്കെ കൊണ്ട് കൊടുത്ത് അവർ ഇട്ട് തരും. പൈസ കൊണ്ട് കൊടുത്താൽ മതി, അവർ ഇനി അയച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അറിയാവുന്ന ആൾക്കാർ അതൊക്കെ ചെയ്യും. അറിഞ്ഞൂടാത്തവർക്ക് അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് സഹായിക്കും. ഈ പാവപ്പെട്ടവൻ്റെ അമ്മയ്ക്ക് സഹായിക്കണം. എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് പീഡനം സഹിച്ചു. അപ്പോൾ വൈദികർ കൊണ്ടിരുത്തിയിട്ട് അവർ പീഡനങ്ങൾ ഇനി അനുഭവിക്കാൻ പാടില്ല. അവർക്ക് സത്യവും നീതി ന്യായവും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടിയുണ്ട്. അതിന് പോരാടേണ്ടിയുണ്ട്. അതിന് പോരാടാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ പാവപ്പെട്ടവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളുകളെല്ലാം ഇതിന് കൈത്താങ്ങ് തന്നേ പറ്റൂ. ഈ ഞായറാഴ്ച ഇടാൻ പറ്റിയില്ലെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് സമാനപ്പെട്ടായാലും ഇടാം. ഇനി എല്ലാ ദിവസങ്ങളിലും സമാനപ്പെട്ട് നിങ്ങൾ ഇതിൽ കൈത്താങ്ങ് തന്നേ പറ്റൂ. എൻ്റെ ചെല്ല മക്കളെല്ലാം തന്നേ പറ്റൂ. എൻ്റെ മക്കളെല്ലാം സുഖമായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നേരുകയാണ്. അമ്മ എന്ന് വെച്ചാൽ പ്രവചിക്കാൻ കഴിവുള്ള അമ്മയാണ്. അമ്മ കൈ തൊട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് 100 വയസ്സ് ഒരു ആരോഗ്യമാണ്. അത്രയ്ക്ക് ഭയങ്കര ഒരു അനുഗ്രഹമുള്ള അമ്മയാണ്. എൻ്റെ അമ്മ പറയും, ഭർത്താവ് മരിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് BP കൂടി എൻ്റെ അടുത്താണ് നിന്നത് 3 മാസം. അപ്പോൾ അമ്മ പറയും, ഞാൻ ഇനി ജീവിക്കുമോ മക്കളെ? ഞാൻ പറഞ്ഞില്ല, അമ്മ ജീവിക്കും. ഇനി അമ്മ അതാ ജീവിക്കണില്ലേ. അമ്മയുടെ ശ്വാസം മുട്ട് മാറി. എൻ്റെ അമ്മ ശ്വാസം മുട്ടിയാണ് ഇവിടെ വന്ന് കിടന്നത്. 3 മാസം അമ്മയ്ക്ക് അമ്മയ്ക്ക് എല്ലാം മാറി. അമ്മയ്ക്ക് BP ഉണ്ടായിരുന്നു, BP മാറി. അപ്പോൾ അമ്മ ഈ അനുഗ്രഹമുള്ള മോള് തൊട്ടപ്പം അമ്മേരെ എല്ലാം മാറി. അമ്മ സന്തോഷവതിയായിട്ട് അവിടെ താമസിക്കണം ആ വീട്ടിൽ. എൻ്റെ ചെല്ല മക്കളുകളെല്ലാം അതുപോലെ അമ്മ വരും. അമ്മ ഇറങ്ങി എല്ലായിടത്തും വരും. എൻ്റെ ചെല്ല മക്കളുടെ അടുത്തെല്ലാം വരും. നിങ്ങളെല്ലാം ഇപ്പോഴും ദൈവമായ വചനത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾക്ക് എന്ത് സങ്കടം, മക്കളില്ലായിരിക്കണോ മക്കൾ കിട്ടിയിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ? ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് മക്കളെ. അതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഒരു കാര്യവും നടക്കൂല മക്കളെ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക മക്കളെ. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുക. പള്ളിയിൽ പോയി നിങ്ങൾ ദൈവത്തിനെ നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കണേ? അമ്മ വിചാരിക്കണത് എന്തിനാണ്? അതൊരു ഈശയാണ് എൻ്റെ ഉള്ളിലോട്ട് കടന്നു വേണേ. അത് വരുമ്പോൾ മക്കൾ അമ്മ പറയണ കാര്യമല്ല, അതുപോലെ നടക്കും. ഇവിടെ ആർക്ക് ഞാൻ എന്തൊരു പറഞ്ഞാൽ അതുപോലെ നടക്കും. മഴ പെയ്യുമോ എന്ന് പറഞ്ഞാൽ പെയ്യില്ല, മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്യും. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിന് വരെ പ്രവചിച്ച അമ്മയാണ്. ഒത്തിരി പേർക്ക് കല്യാണം കഴിയാറുന്ന ഒരാൾക്ക് കല്യാണം കഴിയുമെന്ന് പറഞ്ഞാൽ അതുപോലെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അമ്മയ്ക്ക് സാക്ഷി പറയാനുണ്ട്. പക്ഷേ അങ്ങനെ ചെല്ല മക്കളുകളല്ല. അതുകൊണ്ട് അമ്മ വരും, നിങ്ങളുടെ അടുത്തെല്ലാം വരും. അറിഞ്ഞുകൂടാതെ ഇരിക്കണം നിങ്ങളുടെ അടുത്തെല്ലാം ഈ അമ്മ വരും.
നിങ്ങൾ സന്തോഷമായിരിക്കണേ. നിങ്ങളെ മക്കളെ ചേർത്ത് പിടിക്കുക. മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ അതിലൊരു അനുഗ്രഹമുണ്ട് മക്കളെ. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ മക്കൾ വഴി നിങ്ങൾക്കൊരു നല്ലതുണ്ട് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ കരയണ മക്കളെല്ലാം കടബാധ്യതകളെല്ലാം തീരും. നിങ്ങളെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുക. ഭർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കടുങ്കൈകൾ ചെയ്യും. വേദന കൊണ്ട് സഹിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു തെറ്റ് ചിലപ്പോൾ ആയിരിക്കാം ഭാര്യ അകറ്റി നിർത്തണേ. പക്ഷേ അതിൽ ഭർത്താവിനെ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഭർത്താവിനെ സ്നേഹിച്ച് പിടിക്കുക മക്കളെ. നിങ്ങൾ സന്തോഷമായിരിക്കുക. നിങ്ങളെ കുടുംബജീവിതം നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ദൈവം തന്നെ ചെയ്യും മക്കളെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരും. അമ്മ പറയും പോലെ, അമ്മയ്ക്ക് കിട്ടും പോലെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മക്കൾക്കും അത് തന്നെ ചെയ്യും. നിങ്ങൾ സന്തോഷമായിരിക്കുക. രോഗങ്ങളായിരിക്കുന്ന കരയണ മക്കളെയാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം മക്കളെ. അവരെയാണ് ചവിട്ടിത്തേത്തി ഇട്ടിക്കുന്ന മക്കളുണ്ടോ അവരെയാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം മക്കളെ. നിങ്ങൾ സന്തോഷമായിരിക്കുക മക്കളെ. നിങ്ങൾ കരയാത്ത ഒരു തര ജീവിതവും ഇല്ല മക്കളെ. എല്ലാവരും കണ്ണീരും എല്ലാവർക്കും ഉണ്ട് മക്കളെ. മന്ത്രിക്ക് തൊട്ട് കളക്ടർക്ക് തൊട്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ രാജാവിന് തൊട്ട് എല്ലാവർക്കും കണ്ണീരുള്ളതാണ്. അവിടെ സങ്കടങ്ങളുള്ളതാണ് മക്കളെ. അത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലേ നല്ലതുണ്ടാവും. നിങ്ങൾക്ക് നല്ലത് വരും മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം അതുകൊണ്ട് സന്തോഷമായിരിക്കുക. കുടുംബജീവിതം പിടിച്ചു നിൽക്കുക. നിങ്ങൾ ചിലപ്പം ചില അവസ്ഥകൾ നമ്മളിനി ജീവിക്കണോ എന്നുള്ള ഇത് തോന്നിപ്പോവും. മക്കളെ ജീവിക്കണം. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മളെ ഭർത്താവിന് വേണ്ടി ജീവിക്കണം. അല്ലെങ്കിൽ വേറെ ഉള്ളവർ വന്ന് കയറി നമ്മളെ കുടുംബമെല്ലാം തവിട് പൊടിയാവും. നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കുക. ഗൾഫിലിരിക്കുന്ന മക്കളെല്ലാം സന്തോഷമായിരിക്കുക. ഭാര്യയെ സ്നേഹിക്കുക. ഗൾഫിലിരിക്കുന്ന മക്കളെല്ലാം ഭാര്യയും മക്കളെ സ്നേഹിക്കുക. അവർക്ക് അയച്ചു കൊടുക്കുക. വീട്ടിൽ പൈസ അയച്ചു കൊടുക്കുമ്പോൾ അവർ അത് ആവശ്യമുള്ളത് ചിലവാക്കിയിട്ട് ബാക്കിയുള്ളത് സൂക്ഷിച്ചിട്ടിരിക്കും. എന്ന് വെച്ചാൽ എന്നും കഷ്ടപ്പെടാൻ പറ്റൂല. ഗൾഫിലിരിക്കുന്ന മക്കൾ ഇവിടെ വന്നാൽ ജോലിയുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കണം. ഉറങ്ങാതെ ജോലിയുള്ള ദിവസങ്ങളെല്ലാം എല്ലാവരും ചൊടി അഴിച്ച് പോയി ജോലി ചെയ്യുക. എല്ലാവരും സന്തോഷമായിരിക്കുക. എല്ലാവരും ഒരു കുറവുമില്ലാതെയുമേ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ജോലി ചെയ്ത പൈസകൾ കിട്ടി അത് വീട്ടിൽ അയച്ചു കൊടുക്കുവാനും മക്കളും ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷമായിരിക്കുവാനും അമ്മ പറയണ അനുസരിക്കണം മക്കളെ. അമ്മ പറയണതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിക്കുന്ന മക്കൾ, ഇപ്പോഴത്തെ യുവജനങ്ങൾ പഠിക്കുന്ന മക്കൾ സ്നേഹം പ്രേമമൊന്നും പോയി പഠിത്തം പോയി മക്കളെ. നിങ്ങൾ പ്രേമിക്കേണ്ടെന്ന് അമ്മ പറയൂല. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല. പ്രേമിച്ച് കല്യാണം കഴിയുന്നത് അത് അവരവർക്ക് ഇഷ്ടമുള്ള അവരവരുടെ ജീവിതം അവരവർ തിരഞ്ഞെടുക്കുകയാണ്. അത് ഞാൻ ഒരിക്കലും ആർക്കും തടസ്സം നിൽക്കുകയില്ല. പക്ഷേ സ്നേഹമെല്ലാം മാറ്റി വെച്ചിട്ട് അമ്മ പറയണേ ഇപ്പം പഠിക്കാനുള്ള അവസരങ്ങൾ യുവജനങ്ങൾ പഠിക്കണം. പഠിച്ചൊരു തൊഴിൽ കണ്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പിള്ളേരെ നിങ്ങൾ കൈപിടിക്കുക. അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പൊന്നോനെ നോക്കാൻ പറ്റും. അല്ലെങ്കിൽ അമ്മ നോക്കട്ടെ പപ്പ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നങ്ങളായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് നോക്കാൻ കഴിയണം. നമ്മൾക്ക് എന്ത് ജോലിയും ചെയ്ത് നമ്മളെ ഭാര്യയെ നോക്കാൻ പറ്റണം എന്നുള്ള ധൈര്യം നമുക്ക് കൊണ്ടുവരണം. ആദ്യം ആണ് നിങ്ങളെല്ലാം പഠിക്കുക മക്കളെ. പഠിച്ചിട്ട് നിങ്ങൾ സ്നേഹിക്കുക. അതുകൊണ്ട് സ്നേഹം ഒരു തെറ്റല്ല. സ്നേഹം ഒരിക്കലും അമ്മ തെറ്റെന്ന് പറയൂല. അത് നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു ജോലി കണ്ടെത്തി നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യമാരെ മക്കളെ നിങ്ങൾ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായ ജീവിതം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും? ഇല്ല, ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോയിട്ട് പറയും എൻ്റെ അമ്മ തിന്നാൻ അപ്പം തിന്നാൻ കൊടുക്കുക. അവരെ കൊണ്ട് കഴിയുമോ? ഇല്ല. കെട്ടണം നമ്മൾ തന്നെ ഭർത്താവ് തന്നെ ഭാര്യയെ സംരക്ഷിക്കേണ്ടിയുണ്ട്. മക്കളെ സംരക്ഷിക്കേണ്ടിയുണ്ട്. എൻ്റെ ചെല്ല മക്കൾ യുവജനങ്ങൾ നല്ല പഠിക്കും മക്കളെ. എന്തൊരു ജോലിയും ചെയ്യാമെന്നുള്ളത് ജോലി ചെയ്യാൻ പോയി ഇത് കഴിവുള്ളവർ മക്കൾ ജോലി ചെയ്ത് ഇത് പഠിക്കും മക്കളെ. നിങ്ങളെ പഠിത്തം അതാണ്. നിങ്ങൾ PSC പരീക്ഷ നിങ്ങൾ നന്നാ പഠിക്കും മക്കളെ. അതിൽ നിങ്ങൾ നല്ല കഴിവുകൾ. എൻ്റെ മക്കൾ ജോലിയില്ലായിരിക്കണം മക്കൾക്കെല്ലാം ജോലി കിട്ടട്ടെ. മക്കളില്ലായിരിക്കണം മക്കൾക്കെല്ലാം മക്കൾ കിട്ടട്ടെ. വയറിൽ വേദന ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് വയറിലായിരുന്നു വേദന ബുദ്ധിമുട്ടുമൊക്കെ അതെല്ലാം അമ്മയ്ക്ക് മാറി. അതുപോലെ എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം വയറിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറട്ടെ. അമ്മ ഒത്തിരി മരുന്ന് കഴിച്ചു, ഒത്തിരി വേദനിക്കണം. മരുന്ന് കഴിക്കണ മക്കളെല്ലാം മരുന്നിൻ്റെ ദൈവം പിടിച്ചിരിക്കാനുള്ള ശക്തിയും അവർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് രോഗസൗഖ്യം കിട്ടുവാനും ദൈവത്തെ കൂടെ കൂട്ടുപിടിക്കും മക്കളെ. എല്ലാ ദിവസവും പള്ളിയിൽ പോയി നമ്മൾ ഈശോയെ സ്വീകരിക്കണം. അത് ദൈവമൊന്നും നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഉള്ളിലോട്ട് കടന്നു വരണത് എൻ്റെ ഈശോയാണ് പറഞ്ഞത്, എനിക്ക് എല്ലാ സുഖവും കിട്ടും എന്ന് നിങ്ങൾ മനസ്സിൽ ധൈര്യമായി ഉറപ്പിക്കുക. അത് ദൈവം തന്നെ മക്കളെ. ആ ഉള്ളിലോട്ട് കടന്നു വരണത് ദൈവം തന്നെ മക്കളെ. അമ്മ ആ ഉള്ളിലോട്ട് വരണ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് ആരെ കൈ തലയിൽ തൊട്ട് വെച്ച് പ്രാർത്ഥിക്കണം, അവർക്കെല്ലാം രോഗസൗഖ്യം കിട്ടും മക്കൾ. അത്രയ്ക്ക് നല്ല വിശ്വാസമുള്ളൊരമ്മയാണ് ഈ അമ്മ നിങ്ങളാ മുമ്പിൽ സംസാരിക്കുന്നത്. എൻ്റെ ചെല്ല മക്കളുള്ളല്ല. അതുകൊണ്ട് സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങളെ കുടുംബജീവിതം നിങ്ങൾ സന്തോഷം. നിങ്ങളെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ അമ്മമാരെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്ന മക്കളെ. ശത്രുക്കളുണ്ടോ നിങ്ങളെ ശത്രുക്കളെയും നിങ്ങൾ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ചെല്ല മക്കൾക്ക് നേടാൻ പറ്റും. അമ്മ വയ്ക്കട്ടെ ചെല്ല മക്കളെ. നിങ്ങളെല്ലാം എൻ്റെ ചെല്ലങ്ങളെല്ലാം എന്ത് ചെയ്യണം? സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അമ്മ വയ്ക്കുകയാണ്.